പ്രമുഖ ടെക്സ്റ്റൈൽ കമ്പനിയായ കേരളത്തിലെ കിറ്റക്സിൻ്റെ ഓഹരിയിൽ കുതിപ്പുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 52% വർധനയാണ് ഓഹരിയിൽ രേഖപ്പെടുത്തിയത്. അതായത് 128 രൂപയുടെ വർധന. കിറ്റക്സിൻ്റെ ഓഹരിയിലുണ്ടായ കുതിപ്പിനെക്കുറിച്ചാണ് ET ടോക്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പിന്നി പ്രകാശ്, ഒരിടവേളയ്ക്ക് ശേഷമാണ് കിറ്റക്സ് ഓഹരി കുതിക്കുന്നത്. എന്താണ് അതിന് പിന്നിലെ കാരണം? ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഒരേ സമയം അത് അനുകൂലമായി വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഓഹരിക്ക് ഗുണകരമായിരിക്കുന്നത്. കിറ്റക്സ് ഓഹരിക്ക് ഓഗസ്റ്റ് ആദ്യമൊക്കെ 200-220 നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഓഹരിയാണിത്. അവിടെ നിന്നാണ് ഇപ്പം 370 നിലവാരങ്ങളിലേക്ക് വന്നത്. ഇപ്പം പുതിയൊരു 52 ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും ഒരേ സമയം ഒരുമിച്ച് കുറേ ഫാക്ടേഴ്സ് എന്നുള്ളത് പ്രധാനം. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു IPO നടന്നു. ടെക്സ്റ്റൈൽ മേഖല എന്നുള്ള തന്നെ ഒരു കമ്പനിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു IPO ഇഷ്യൂ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അത് 600 രൂപ നിലവാരങ്ങളാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്, ഫസ്റ്റ് ക്രൈ. അപ്പം അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ആ കമ്പനി ഒരു ലോസ് മേക്കിംഗ് ആണ്, ഇതുവരെ പ്രോഫിറ്റോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ബേസിസിൽ ഈ ഒരു ഓഹരിക്ക്, ഇതേപോലുള്ള ഓഹരിക്ക് ഒരു റീറേറ്റിങ്ങിൻ്റെ ഒരു സാധ്യത തെളിഞ്ഞു വന്നത് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റീനെ കൃത്യമായ റേറ്റിൽ ഇൻവെസ്റ്റേഴ്സ് അത് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ഇതേ സമയത്ത് തന്നെയാണ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങളാണ് അവിടെ കൂടുതലും. അതായത് ബംഗ്ലാദേശിൻ്റെ എക്സ്പോർട്ടിൽ 80% സംഭാവന ചെയ്ത ടെക്സ്റ്റൈൽ ബിസിനസ്സുകളാണ്. അപ്പം ഇന്ത്യയായിട്ട് ഒരു ഇതിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെയാണ് പെട്ടെന്ന് ഈ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടായി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രവർത്തനമൊക്കെ കമ്പനികൾക്ക് ബാധിച്ചു. പിന്നെയെന്ന് പറയുന്നത് ഒരു പുറത്തുനിന്നുള്ള കമ്പനികൾ അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഏതൊരു രാജ്യത്തെ ആയാലും അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് തീർത്തും ഒരു ഗുണകരമായ ഒരു ഘടകമല്ല. ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക ഗവൺമെൻറ്റൊക്കെ വന്നെങ്കിൽ പോലും ഇനി അതിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ള ചോദ്യം, ഒരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകണമെന്നുമില്ല ഈ മേഖല. അപ്പോൾ അതിൽ നിന്ന് വരാവുന്ന ഒരു ബിസിനസ് നേട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടാവുന്ന ഓഹരികളിലൊന്നാണിത്. അപ്പം അവിടെ ഇതിനോട് ഉണ്ടായി ഒരു ബാക്കിയുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ഘടകം എന്ന് പറയുമ്പോൾ എക്സ്പാൻഷൻ ഓൾറെഡി തെലങ്കാനയിൽ വലിയ രീതിയിൽ 3000 കോടിയിൽ മേളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് 2 ഘട്ടങ്ങളിലായിട്ടുള്ള. അതിൽ ആദ്യ ഘട്ടത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഈ ഒരു വർഷം അവസാനത്തോടുകൂടി വരികയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഉള്ളവരൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ 3 ടൈംസ് മുകളിൽ 3 മടങ്ങിലേറെ 3.5 മടങ്ങോളം ഒരു വർധനയാണ് ഉണ്ടാകുന്നത്. അപ്പം അത്രയും മടങ്ങ് പ്രൊഡക്ഷൻ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി ഡിമാൻഡ് ഉണ്ടായിട്ട് Q1 റിസൾട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയുടെ നമുക്ക് വ്യക്തമാണ്. പിന്നെ ജനറലി നമുക്ക് നോക്കുമ്പോഴും അറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഡിമാൻഡ് വരുന്നു, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ ഇവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അത്രയും എത്ര ഡിമാൻഡ് വന്നാലും അതിനെ ഉൾക്കൊള്ളാൻ രീതിയിൽ പുതിയ ഫെസിലിറ്റീസ് വരുന്നതിൻ്റെ ഒരു നേട്ടം ഇവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ 2-3 ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അതിനോടൊപ്പം തന്നെ മെയിനായിട്ട് ഇവരൊരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവർ. ഈ കുട്ടികളുടെ 24 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫൻറ്റ് വിയറാണ് ഇവർ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം US ആണ് ഇവർ മെയിൻ മാർക്കറ്റ്, യൂറോപ്പാണ് മാർക്കറ്റ്. അപ്പോൾ അവിടെ അവിടുത്തെ കേന്ദ്ര ബാങ്കായി US ഫെഡറൽ റിസർവ് റേറ്റ് കട്ട്, ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്തിരുന്നത് കുറഞ്ഞ് ഒരു ഇൻഫ്ലേഷൻ ഒരു പരിധിയിലേക്ക് വരുന്നതിൻ്റെ ഒരു നിഗമനത്തിൽ അധികം താമസിയാതെ അതിനോടൊരു റേറ്റ് കട്ട്, അവിടുത്തെ പലിശ നിരകൾ കുറയ്ക്കുമെന്നൊരു പ്രഖ്യാപനം വന്നു. അത് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ഘടകമാണ്. കമ്പനികളിൽ കൂടുതൽ എക്സ്പാൻഷൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാം. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് സിനാറിയോ ബെറ്റർ, ഇവരുടെ ഒരു മാർക്കറ്റ് സിനാറിയോ ബെറ്റർ ആകുന്നൊരു ഘടകമുണ്ട്. അപ്പോൾ ഇതും അവർക്ക് പോസിറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ റേറ്റ് കട്ട് വരുന്നു, സ്വാഭാവികമായിട്ടും കൂടുതൽ ഇത് കിട്ടാം, കൂടുതൽ ഓർഡറുകൾ ഇനി കിട്ടാം, അപ്പോൾ കൂടുതൽ ബിസിനസ് കിട്ടും. അപ്പം ഇനി മുന്നോട്ട് കൂടുതൽ വരുമാനം കിട്ടാമെന്നുള്ള പ്രതീക്ഷയാണ് അതിനെ നയിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ 3 ഘടകങ്ങളുണ്ട്. IPO ഫസ്റ്റ് ക്രൈഡ് IPO വന്നപ്പോൾ റേറ്റിങ്ങിൻ്റെ ഒരു ചാൻസ്, സെക്കൻഡ് ബംഗ്ലാദേശിൻ്റെ ആ ഒരു വിഷയം വന്നതും, അതേ സമയത്ത് തന്നെ എക്സ്പാൻഷൻ നിയറിങ് കംപ്ലീഷനിലോട്ടാകുന്നത്, കൊമേഴ്ഷ്യൽ ഓപ്പറേഷനിലോട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ വരും. പിന്നെ US-ൻ്റെ അവർ മെയിൻ മാർക്കറ്റിൽ തന്നെ അവിടുത്തെ റേറ്റ് കട്ട്, പലിശ നിരക്കുകൾ കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന ഡിമാൻഡ് വർധനവും ബാക്കി അനുകൂലമായ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് മെയിനായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും റിസൾട്ടും അവർ ബെറ്റർ ആയിരുന്നു. Q1 റിസൾട്ടുകളും വളരെ ബെറ്റർ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർ കമൻട്രിയിൽ അതിൻ്റെ CEO MD പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ ഒരു വർഷം അവർക്ക് കഴിഞ്ഞ അവരൊരു 3 ദശകങ്ങളിലെ പ്രവർത്തന പാരമ്പര്യത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഒരു പ്രവർത്തന ഫലം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഘടകങ്ങൾ ഇപ്പോൾ എക്സ്പാൻഷൻ ആയാലും ഒരു ഡിമാൻഡിൻ്റെ ഒരു സർവൈവിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലോബൽ സിനാറിയോ ബെറ്റർ ആകുന്നുണ്ട്, മീൻസ് ഈ ടെക്സ്റ്റൈൽ ഈ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങൾ മുന്നിൽ കാണാവുന്നതെല്ലാം ഈ ഒരു ഓഹരിയിൽ ഗുണകരമായി ഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഒരേ സമയത്ത് വന്നതിൻ്റെ ഒരു നേട്ടമുണ്ട്. ഇത്രയും വലിയ എക്സ്പാൻഷൻ നടക്കുന്ന, അപ്പോൾ അതിലൂടെ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉണ്ടായിട്ടുണ്ട്.
കിറ്റക്സ് ഓഹരി നിലവിലെ 374 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഓഹരി കുതിപ്പ് തുടരുമോ? ഓഹരി കുതിക്കാൻ തന്നെ ഇപ്പോൾ ടെക്നിക്കലായിട്ട് നോക്കുമ്പോഴാണെങ്കിലും ഒരു 50 വീക്ക് ഹൈ ബ്രേക്കൗട്ട് അതിൽ നമുക്ക് കാണാൻ കഴിയും. നിലവിലുള്ള മെയിൻ അനലിസ്റ്റുകളെല്ലാം നമ്മൾ സംസാരിച്ചുള്ള അനലിസ്റ്റുകളെല്ലാം പറഞ്ഞ പ്രകാരം ചില കമൻറ്റുകളൊക്കെ കണ്ടത് പ്രകാരം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആലോചിക്കണം, ഇപ്പം 375 52 വീക്ക് ഹൈ ആണെങ്കിലും ഈ ഓഹരിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 2015-16 കാലഘട്ടം രേഖപ്പെടുത്തിയത് 767 അപ്പം ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത അതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം കാണിക്കുന്നതൊക്കെ പ്രകാരം 500 നിലവാരങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റുകളൊക്കെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഓഹരിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, ഫണ്ടമെൻ്റലായിട്ടുള്ള ഘടകങ്ങളെല്ലാം നിൽക്കുന്നതും അതിനൊരു പോസിറ്റീവായിട്ട് അതിനെ ഭവിക്കുന്നുള്ളതിൻ്റെ ഓഹരിക്ക് മുന്നോട്ടുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കിറ്റക്സിൻ്റെ ക്വാർട്ടർ റിസൾട്ടിനെ കുറിച്ചുകൂടി നമുക്ക് പറയാം. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു Q1 റിസൾട്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ ജൂൺ ഭാഗത്തിലെ ഒരു പ്രവർത്തനം നോക്കുകയാണെങ്കിലും 190 കോടിയുടെ റവന്യൂ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് തൊട്ട് മുന്നത്തെ പാദമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ അതൊരു ഇൻക്രിമെൻറ്റ് കാണാം. 173 കോടിയായിരുന്നു മാർച്ചിൽ അവർ നേടിയ റവന്യൂ. ജൂണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% മേലുള്ള വരുമാനം വാർഷിക വളർച്ച അവർ കാണിക്കുന്നുണ്ട്. 146 ആയിരുന്നു അന്ന് നേടിയ റവന്യൂ. അതുപോലെ തന്നെ നോക്കുമ്പോഴും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറ്റാദായത്തിലും ഒരു ക്രമാനുഗത വർധന നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ജൂണിൽ 8 കോടിയായിരുന്നത് മാർച്ചിൽ 26 കോടിയിലോട്ട് വന്നിട്ട് ഇപ്പോൾ അത് 30 കോടിയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് 2 ഘടകങ്ങൾ അവരെ സഹായിച്ചു. ഒന്ന്, റോ മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൽ തന്നെ. അപ്പോൾ മാർച്ചിലുണ്ടായിരുന്നതിനെക്കാട്ടും ആ ഒരു റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയും. കോട്ടൻ്റെയൊക്കെ വില ഈ ആനുവലി തന്നെ നമ്മൾ നോക്കും 4% കുറഞ്ഞായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇൻപുട്ട് കോസ്റ്റ് കുറഞ്ഞിട്ട് നേട്ടം ഉണ്ടായിട്ട് അതുപോലെ റവന്യൂ വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ 2 ഘടകങ്ങൾ കൊണ്ട് തന്നെ അറ്റാദായം വർദ്ധിച്ചിട്ടുള്ള ഇതൊക്കെ ഈ ഓഹരിയുടെ വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടൊരു ഘടകമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 8 ക്വാർട്ടറായിട്ട് ക്രമാനുഗതമായി റവന്യൂവിൽ ഇതിലും വർധന കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാർച്ച് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ 616 കോടി അടുപ്പിച്ചെന്തുമായിരുന്നു, 620 റേഞ്ചിലായിരുന്നു അവർക്കൊരു ആനുവലി കിട്ടിയ ടേൺ ഓവർ. പക്ഷേ അതിൻ്റെ പ്രീ കോവിഡ് ലെവലിൽ 2020 കാലഘട്ടത്തിൽ ഏകദേശം 700 കോടിയുടെ ഒരു റവന്യൂ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 750 കോടിയാണ് കോവിഡിന് ശേഷം 2022 ആ ഒരു റേഞ്ച് 750 റേഞ്ചിലുള്ളൊരു ടേൺ ഓവർ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പം നോക്കുകയാണെങ്കിൽ പ്രീ കോവിഡ് ലെവലിലേക്ക് ഇപ്പം ഈ 2022 മാത്രമാണ് ഒരു സ്പൈക്ക് ഉണ്ടായത്. അത് മെയിനായിട്ട് റിവെഞ്ച് സ്പെൻഡിങ് എന്ന് പറയും. അതായത് ആ ഒരു ലോക്ക്ഡൗണിൽ കിടന്നതിന് ശേഷം ഉണ്ടായ ഒരു അൺലോക്കിങ്ങിൽ വന്നപ്പോൾ എല്ലാവരും ഒരു അഗ്രസീവായിട്ട് പോയി വാങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു പ്രത്യേക ഒരു ഇതിൽ ആ റിവെഞ്ച് സ്പെൻഡിങ് നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കാണ് അത്രയും വലിയ ടേൺ ഓവർ കിട്ടിയുള്ളത്. അന്ന് ഇതുവരെ അവർ രജിസ്റ്റർ ചെയ്തേക്കാൻ ഏറ്റവും വലിയ ഒരു ടേൺ ഓവറാണ് 2022 ഫിനാൻഷ്യൽ ഇയർ രേഖപ്പെടുത്തിയത്. അപ്പം അത് തന്നെയാണ് പിന്നീടുള്ള സമയത്ത് അവർക്ക് തിരിച്ചടിയായത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പം റീറ്റെയിലേഴ്സ് അവരുടെ US-ലുള്ള റീറ്റെയിലേഴ്സൊക്കെ വളരെ രീതിയിൽ സ്റ്റോക്കുകൾ ഇവർക്ക് ഡിമാൻഡ് വരുന്നുള്ളത് ഇവരും ഹോൾഡ് ചെയ്തു, അവരും കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ഡിമാൻഡ് സർജ് ചെയ്തതിനോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും പ്രൊഡക്ഷൻ ചെയ്തു, റീറ്റെയിലേഴ്സും ഹോൾഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെയാണ് ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ആയപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വയം ഡിമാൻഡിനെ ബാധിച്ചു. അപ്പം ഈ സ്റ്റോക്ക് കയ്യിൽ വെച്ചിരുന്നത് ചിലവായുമില്ല. അപ്പം ആ ഒരു സമയത്തേക്ക് ഏകദേശം 90% ഒക്കെ ഉള്ള പ്രൈസ് താഴ്ത്തി വരെ കൊടുത്ത് സ്റ്റോക്ക് ക്ലിയർ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്ത് തന്നെ ശേഷം 2020 സമയത്തൊക്കെ സ്റ്റോക്ക് പിന്നീട് താഴെ പോകുന്ന ഒരു കാര്യം, ആ സമയത്ത് പെർഫോമൻസ് മോശമുള്ള കാര്യം. പക്ഷേ വീണ്ടും ഇപ്പം കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും. നമുക്ക് ക്രമാനുഗതമായ ഒരു റവന്യൂവിലായാലും പ്രോഫിറ്റിലായാലും വളർച്ച നമുക്ക് കാണാൻ കഴിയും ഈ സ്റ്റോക്കിൻ്റെ. പിന്നെ നോക്കുകയാണെങ്കിൽ അവർ മെയിൻ മാർക്കറ്റ് US-ൽ നോക്കുകയുള്ള റേറ്റ് കട്ട് വരുന്നു, റേറ്റ് കട്ടിലുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു. ഇപ്പോഴും അവിടെ ഇടയ്ക്ക് റിസഷൻ ഫിയറൊക്കെ പറഞ്ഞെങ്കിലും റിസഷൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വരികയാണെങ്കിൽ ഇവരെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ട്രെൻഡും ഇല്ല. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവിടുത്തെ എക്കണോമിക് ഡേറ്റകളെല്ലാം ഒരു പോസിറ്റീവ് ക്യൂ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പലിശ നിരക്ക് കുറയുന്ന ഇവരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ഇവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്ന ഘടകങ്ങളാണ്. നിലവിൽ 2025 ജൂൺ വരെയുള്ള, അതായത് അടുത്തൊരു വർഷത്തേക്കുള്ള ഓർഡറുകൾ കയ്യിലുണ്ടെന്നും ഒരു ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് കൊടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഇവർ Q1 റിസൾട്ടിന് ശേഷം അവർ MD പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു കോവിഡിൻ്റെ സമയത്ത് വന്ന ഒരു എക്സെപ്ഷണൽ ആയിട്ട് വന്നൊരു കേസിൽ ഇവരും കൂടുതൽ ഓർഡർ കിട്ടുന്ന രീതിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൈ വെച്ചിട്ടുണ്ടായ കുറച്ചൊക്കെ ഒരു പാളിച്ചുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ അവർ മാറി. ഇപ്പം കൂടുതൽ ഡിമാൻഡിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്കത് പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ആ രീതിയിൽ പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ബാക്കിയുള്ള തെലങ്കാനയിൽ എക്സ്പാൻഷനോടെ വരുമ്പോൾ കമ്പനി കൂടുതൽ മെച്ചപ്പെട്ട നിലവാരങ്ങളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തെലങ്കാനയിലെ ഫാക്ടറിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഫാക്ടറിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി നമ്മൾ വിശദമാക്കേണ്ടതുണ്ട്. നമ്മൾ
നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കമ്പനിയുടെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഏകദേശം തീർന്നു. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഈ ഒരു വർഷാവസാനത്തോടെ തന്നെ ഉണ്ടാകും എന്നാണ് ഫസ്റ്റ് ഫേസിൽ കാക്കതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കിൽ, അതായത് വാറങ്കൽ അടുത്തുള്ള അത് ഈ ഒരു ഇയറിലൂടെ ഒരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിലായിട്ട് സീതാറാംപൂർ എന്ന് പറഞ്ഞ് ഹൈദരാബാദിനടുത്ത് ഒരു 1200 കോടിയുടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 250 ഏക്കറിലാണ് വരുന്നത്. അപ്പം അതും അടുത്ത വർഷം മാർച്ച് പറയുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം തന്നെ അതും പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു 7 ലക്ഷം ഇൻഫൻറ്റ് വിയർ ആണ് പെർ ഡേ ഉള്ള ഒരു പ്രൊഡക്ഷനിൽ അത് 29 ലാഖിലേക്ക് വർദ്ധിക്കും. അപ്പം അതിനുള്ള ഡിമാൻഡ് ബാക്കിയുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കേണ്ട കമ്പനിയെ സംബന്ധിച്ച് ഒരു ബെറ്റർ ഫ്യൂച്ചറാണ് മുന്നിലുള്ള നിയർ ടൈമിലേക്ക് ഏതെങ്കിലും ബെറ്റർ ഫ്യൂച്ചറാണ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിനോടൊപ്പം തന്നെ നോക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അഡീഷണൽ ഓർഡറുകൾ, പിന്നെ ചൈന പ്ലസ് എന്ന് പറഞ്ഞത് ചൈനയിൽ നിന്നും കുറേ കമ്പനികൾ പുൾ ഔട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് US കമ്പനികളൊക്കെ. ഇപ്പം അത് ഈ US ഇലക്ഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണമാറ്റമൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതും വരികയാണെങ്കിൽ അനുകൂലമാകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ അങ്ങനെ ആ ടെക്സ്റ്റൈൽ സെക്ടറിന് ആ ഒരു ചൈന +1 എന്നുള്ള ഇതിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടും അവിടുന്ന് US കമ്പനികൾ പുൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അവർ ഓർഡറുകൾ കിട്ടാൻ സാധ്യത നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അത് നേട്ടം കൊയ്യാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ് കിറ്റെക്സ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു 3500-4000 കോടിയുടെ ഒരു എക്സ്പാൻഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നടക്കുന്നുണ്ട്. നമ്മളും കമ്പനി അധികൃതരുടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ രീതിയിലും അത് പ്ലാൻ ചെയ്ത രീതി പോകുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് മാർച്ചിലൊക്കെ സമയത്ത് ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ഇലക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടായിരുന്നു തോന്നുന്നു, അവിടെ ഭരണമാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കുറച്ച് സ്ലോ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഈ വർഷം അവസാനത്തോടെ അത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. സെക്കൻഡ് ഫേസിലുള്ള ഹൈദരാബാദിലുള്ള ഫെസിലിറ്റിയും അടുത്ത വർഷത്തോടെ പകുതിയോടെ അല്ലെങ്കിൽ എന്തായാലും അടുത്ത വർഷത്തോടെ തന്നെ അത് അവസാനത്തോടെ എങ്കിലും അത് ഓപ്പൺ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഗ്ലോബൽ സിനാറി ബെറ്റർ ആകുന്നതിൻ്റെ നേട്ടം അവർക്ക് ഫുള്ളി ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. കിറ്റെക്സ് ഓഹരിയുടെ കുതിപ്പിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചാണ് ഇടി ടോക്സിൻ ചർച്ച ചെയ്തത്. മറ്റൊരു സ്റ്റോക്കുമായി വീണ്ടും കാണാം.